നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാമ്പിനെ നമ്മൾ എല്ലാവരും ഭയപ്പെടും. പക്ഷേ ചിലരെ നിങ്ങൾക്ക് ഒരിക്കൽ വേദനിപ്പിച്ചാൽ അവർ പാമ്പിനേക്കാളും അപകടകാരികളാകും. കാരണം അവരുടെ പക രോഷമല്ല, അത് ന്യായത്തിനായുള്ള അഗ്നിയാണ്. അവരെ വഞ്ചിക്കുന്നത് അഗ്നിയോട് കളിക്കുന്നത് പോലെയാണ്. ചുറ്റുമുള്ളവർക്ക് മൃദുവായി തോന്നും, പക്ഷേ ഉള്ളിൽ ഇരുമ്പ് പോലുള്ള മനസ്സുണ്ട്. ഇവരാണ് പാമ്പിനേക്കാൾ പകയുള്ള നക്ഷത്രക്കാർ. ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അവർ പ്രതികാരം ചെയ്യില്ല, പക്ഷേ ജീവിതം തന്നെ അവരുടെ മറുപടിയാകും. ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്കും പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് ആത്മാഭിമാനം വളരെ കൂടുതലാണ്. അവർക്ക് സ്നേഹവും കരുതലും പ്രധാനമാണ്. പക്ഷേ അവരെ ചതിക്കുന്നവർക്ക് അവർ ഒരിക്കലും രണ്ടാമത് വിശ്വസിക്കില്ല. പകയായി സൂക്ഷിക്കുന്നതല്ല, മറിച്ച് ഇനി അങ്ങനെ ഒരിക്കലും ആവരുത് എന്ന പാഠം അവർ മനസ്സിൽ പതിപ്പിക്കുന്നു. അവർക്കുള്ള ഓർമ്മ അത്ര ശക്തമാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ആ മുഖം മറക്കാറില്ല. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ അഗ്നിതത്വം ഉള്ളവരാണ്. മനസ്സിൽ കിടക്കുന്നവരോടുള്ള സ്നേഹം അത്രയേറെ ആഴമുള്ളതുപോലെ അവരെ വേദനിപ്പിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ തിരിച്ചറിവ് പാഠം കിട്ടും. അവരെ വഞ്ചിക്കുന്നവർക്ക് അവരൊരിക്കലും നേരിട്ട് കണ്ണോടിച്ച് സംസാരിക്കാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരക്കാർ ശാന്തരായി തോന്നും, പക്ഷേ ഉള്ളിൽ വലിയ തീപാറുന്ന ധൈര്യമാണ്. അവരെ വേദനിപ്പിച്ചവർക്ക് അവർ നേരിട്ടൊന്നും പറയില്ല, പക്ഷേ അവർ മുന്നേറുമ്പോൾ അതിനെ കാണുന്നവർക്ക് പശ്ചാത്താപം തീർച്ചയായും ഉണ്ടാകും. അടുത്തത് ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ കഠിനാധ്വാനം ചെയ്യുന്നവരും അതീവ ആത്മാഭിമാനമുള്ളവരുമാണ്. അവരെ താഴെയിടാൻ ശ്രമിച്ചാൽ അവർ ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. പകയല്ല, അത് ആത്മവീര്യമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ പ്രധാന ഗുണം ഒരിക്കൽ വിശ്വസിച്ചാൽ ജീവൻ വരെ. പക്ഷേ ആരെയെങ്കിലും ആ വിശ്വാസം തകർത്താൽ അവർക്ക് പിന്നെ ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മായ്ക്കും. അവർ ദോഷം ചെയ്യില്ല, പക്ഷേ പിന്നൊരിക്കലും തിരിഞ്ഞു നോക്കില്ല. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തികക്കാർ അഗ്നിയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. അവരെ ചതിക്കുന്നത് അഗ്നിയോട് കളിക്കുന്നത് പോലെ. അവർ തങ്ങളുടെ ആത്മബലം കൊണ്ട് തന്നെ മുന്നോട്ടു പോകും. അവരെ വേദനിപ്പിച്ചവർക്ക് ജീവിതം തന്നെ മറുപടിയായി നൽകും. അടുത്തത് അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് അഭിമാനവും ആത്മസമ്മാനവും അതീവ പ്രിയമാണ്. അവരെ വഞ്ചിക്കുന്നത് അവരുടെ ആത്മാവിനോട് കളിക്കുന്നത് പോലെയാണ്. അവർ തിരിച്ചടിക്കാറില്ല, പക്ഷേ ജീവിതത്തിൽ വിജയിച്ചുകൊണ്ട് മറുപടി നൽകും. അതുതന്നെയാണ് അവരുടെ പക. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർക്ക് അതീവ സ്നേഹമുള്ളവരും ഭാവുകന്മാരുമാണ്. എന്നാൽ ഒരിക്കൽ മനസ്സ് തകർത്താൽ അവർ മൗനം സ്വീകരിക്കും. പക്ഷേ ഈ മൗനം തന്നെ ഏറ്റവും ശക്തമായ പ്രതികാരമാണ്. അവർ മിണ്ടാതിരുന്നാൽ അവർ മറക്കാറില്ല ഒന്നും. പൂരാടം നക്ഷത്രം. പൂരാടക്കാർ തീയുടെ തത്വം പോലെ. അവരെ ചതിച്ചാൽ അവർ ചിതയായി കത്തും. അവർ പക തീർക്കാൻ ശ്രമിക്കില്ല, പക്ഷേ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് അവർ അതേ ആളുകൾക്ക് മുന്നിൽ സ്വന്തം വില തെളിയിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ പാമ്പിനേക്കാളും പകയുള്ളവരാണെന്ന് അർത്ഥം. അവർ നിഷ്ഠയോടെ ഉള്ളവരും സ്വാഭിമാനമുള്ളവരുമാണെന്നതാണ്. അവരെ വേദനിപ്പിക്കുന്നത് എളുപ്പം, പക്ഷേ അവർ അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ മാറി നിൽക്കുന്നവർ ആയിരിക്കും. അവരെ ഉപദ്രവിച്ചവർക്ക് അവർ പ്രതികാരം ചെയ്യില്ല, പക്ഷേ അവരുടെ ശാന്തമായ വിജയം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ മറുപടി. അതിനാൽ നിന്റെ ജീവിതത്തിൽ ഇത്തരം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവരെ ആദരിക്കൂ. അവരോടുള്ള ബന്ധം വലുതാണ്. അവരുടെ ഹൃദയം ഒരിക്കൽ തുറന്നാൽ അതിൽ നിന്നും സ്നേഹമൊഴുകും. പക്ഷേ അതിനെ വേദനിപ്പിച്ചാൽ അവർ പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഇവരോട് കളിക്കരുത്. ഇവർ അഗ്നിയോടും സത്യവ്രതം എടുത്തവരാണ്.
പകയല്ല, അത് ന്യായത്തിനോടുള്ള പ്രതിബദ്ധതയാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.